എജുമിത്രം ചാനലിന്റെ എക്സാം ഫോക്കസിലേക്ക് സ്വാഗതം. ഡിയർ സ്റ്റുഡൻസ്, എജുമിത്രം ചാനലിന്റെ എക്സാം ഫോക്കസിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് SSLC സ്റ്റേറ്റ് സിലബസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ആണ്. നിങ്ങളെല്ലാവരും വിക്ടേഴ്സ് ചാനലിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ടാവും, പഠിക്കുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിലും പല വിദ്യാർത്ഥികൾക്കും മനസ്സിലാവാത്ത ചില ഭാഗങ്ങളുണ്ടാവും. അതോടൊപ്പം തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ, അവ ഓർക്കാനുള്ള ചില ടിപ്സുകളാണ് ഈ വീഡിയോയിൽ പ്രധാനമായി ഞങ്ങൾ നൽകുന്നത്. വിഷയത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യണമെന്നും അറിയിക്കുന്നു. എങ്കിൽ മാത്രമേ തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ ക്ലാസ്സിനെ കുറിച്ച് ആമുഖം നൽകുകയാണ്. ഈ വീഡിയോ ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം വിദ്യാർത്ഥികൾ ഒരുപോലെ വീക്ഷിക്കുന്നതിനാൽ ഇരു കൂട്ടർക്കും ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും ക്ലാസ് എടുക്കുന്നത്. അതോടൊപ്പം 5 പാർട്ടുകളായിട്ടാണ് ആദ്യത്തെ ചാപ്റ്റർ ക്ലാസ് എടുക്കുക. 1, 2, 3 പാർട്ടുകൾ ചാപ്റ്ററിനെ പരിചയപ്പെടുത്തുകയും അതോടൊപ്പം ആ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കോംപ്രിഹെൻസീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓർക്കാനുള്ള മെമ്മറി ടെക്നിക്കുകൾ പറയുകയുമായിരിക്കും. തുടർന്ന് വരുന്ന 4ാമത്തെ ഭാഗം ഡിസ്കോഴ്സ് ലെവൽ ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യുന്നതായിരിക്കും. ഡിസ്കോഴ്സ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഡയറി, നോട്ടീസ്, കോൺവെർസേഷൻ തുടങ്ങിയ മേഖലകളാണ്. 5ാമത്തെ പാർട്ട് ഈ യൂണിറ്റിൽ നിന്ന് വരുന്ന ഗ്രാമർ ചർച്ച ചെയ്യുന്നതായിരിക്കും. So dear students, let us start our first lesson, Adventures in a Banyan Tree by Ruskin Bond. Ruskin Bond ഓഥറെ നമുക്കൊന്ന് ബ്രീഫായി പരിചയപ്പെടാം. റസ്കിൻ ബോണ്ട് ഈസ് എൻ ഇന്ത്യൻ ഓഥർ ഓഫ് ബ്രിട്ടീഷ് ഡിസെൻറ്റ്. ഭാരതീയനായ എഴുത്തുകാരനാണെങ്കിലും റസ്കിൻ ബോണ്ടിൻ്റെ പിതാവ് ബ്രിട്ടീഷ് ആയിരുന്നു. ആൻഡ് ഹി വാസ് ദ വിന്നർ ഓഫ് സാഹിത്യ അക്കാദമി അവാർഡ് ആൻഡ് ഓൾസോ പത്മശ്രീ. അദ്ദേഹത്തിൻ്റെ കൃതികളിലധികവും കുട്ടികളുടെ സാഹിത്യമായിരുന്നു. ഇവിടെ ആദ്യ ചാപ്റ്റർ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ, റസ്കിൻ ബോണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം എഴുതിയതുപോലെയാണ് നമുക്ക് തോന്നുക. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഹിസ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിക്കാലം അനുഭവമല്ല. അദ്ദേഹത്തെ ഭാവനയിലെ കഥാപാത്രമാക്കി എഴുതിയതാണ്. The main character of the story is a boy of your age. നിങ്ങളുടെ പ്രായമുള്ള ഒരു കുട്ടിയാണ് ഇവിടെ പ്രധാന കഥാപാത്രം. The theme of the story is how he lived in harmony with nature. പ്രകൃതിയുമായി എത്രത്തോളം ഈ കുട്ടി സൗഹൃദ ബന്ധം സ്ഥാപിച്ചു എന്നുള്ളതാണ് ഈ കഥയിലെ പ്രധാന വിഷയം. And when we go to the first paragraph, നമ്മൾ ആദ്യ പാരഗ്രാഫിലേക്ക് പോകുന്ന സമയത്ത് a boy is living with his grandfather and grandmother. And there is a banyan tree in the grandfather's land. And when we read the first paragraph, you have to remember mainly 5 points. 5 പ്രധാന പോയിന്റുകൾ നിങ്ങൾ ഈ പാരഗ്രാഫിൽ ഓർത്തു വെക്കേണ്ടതുണ്ട്. The first one is, where was the banyan tree? എവിടെയായിരുന്നു banyan tree? It was in grandfather's land. How old was grandfather? Second one, എത്ര പ്രായമുണ്ടായിരുന്നു grandfather? He was 65. Where was the boy living, or with whom the boy was living? ആരുടെ കൂടെയായിരുന്നു ബോയ് താമസിച്ചിരുന്നത്? Third one, that is with his grandparents. How was the tree? Fourth one, tree എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഭാഗത്ത് പറയുന്നുണ്ട് the magnificent old banyan tree. ആ പാരഗ്രാഫിൻ്റെ അവസാന വാചകം നിങ്ങൾ വായിച്ചാൽ ഒന്നുകൂടി വർണ്ണിക്കുന്നുണ്ട് നമ്മുടെ ബനിയൻ ട്രീയെ. അതിൻ്റെ ബ്രാഞ്ചുകളെല്ലാം, ശിഖരങ്ങളെല്ലാം പടർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൊമ്പുകൾ താഴോട്ട് തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു വേരുകൾ രൂപത്തിൽ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ദ ഫിഫ്ത്ത് പോയിന്റ് ഈസ് ദാറ്റ് ഹൗ ദ ട്രീ ബിക്കെയിം അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ബോയ്. നമ്മുടെ ബോയുടെ അധീനതയിൽ എങ്ങനെയായി ഈ മരം, ട്രീ, ബനിയൻ ട്രീ എങ്ങനെയായി മാറി? എവറിത്തിങ് വാസ് അണ്ടർ ദ ഡൊമൈൻ ഓഫ് ദ ഗ്രാൻഡ്ഫാദർ. ഗ്രാൻഡ്ഫാദറുടെ അധീനതയിലായിരുന്നു എല്ലാം, വീടും സ്ഥലവും എല്ലാം, എക്സെപ്റ്റ് ദിസ് ട്രീ. ഹൗ? ബിക്കോസ് ബീങ് ഏജ്ഡ്, he could not climb up the tree. Grandfather could not climb up the tree. Only the boy could climb up the tree. And in the second and third paragraph,
the boy narrates how he made friendship with a squirrel. ഒരു സ്ക്യുരലുമായി, അണ്ണാനുമായി എങ്ങനെയാണ് ഈ ബോയ് സൗഹൃദം സ്ഥാപിച്ചത് എന്നുള്ളതാണ് 2-3 പാരഗ്രാഫിൽ പറയുന്നത്. So when we read the second and third paragraph, you have to remember 3 points mainly. പ്രധാനമായും 3 പോയിന്റുകൾ നിങ്ങൾ അവിടെ ഓർത്തു വെക്കേണ്ടതുണ്ട്. First one, who was the first friend of the boy? ആരായിരുന്നു ആദ്യ സുഹൃത്ത്? It was a grey squirrel. Second one, how did the boy develop friendship with the squirrel? എങ്ങനെയാണ് ഈ സ്ക്വിരലുമായി സൗഹൃദം സ്ഥാപിച്ചത്? ഫസ്റ്റ് ടൈം ദ സ്ക്വിരൽ ബിഹേവ്ഡ് വെരി സ്ട്രേഞ്ച്ലി. അപരിചിതമായി തന്നെയാണ് പെരുമാറിയത്. അത് വല്ലാതെ അടുത്തേക്ക് വന്നിരുന്നില്ല. ആക്രമിക്കുമോ എന്നുള്ള ഭീതിയായിരുന്നു സ്ക്വിരൽ ഉണ്ടായിരുന്നത്. ബട്ട് ദ ബോയ് ഗേവ് ഹിം ഫുഡ്. ഭക്ഷണം നൽകാൻ തുടങ്ങി. ലേറ്റർ ആഫ്റ്റർ സം ടൈംസ് ദ സ്ക്വിരൽ began to eat food from his palm. കൈകളിൽ നിന്ന് വരെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. After some days, the squirrel came to his pocket. പോക്കറ്റിലേക്ക് വരെ വരാൻ തുടങ്ങി. അത്രത്തോളം സൗഹൃദം സ്ഥാപിച്ചു സ്ക്വിരലുമായി നമ്മുടെ ബോയ്. And the third point is, how did other squirrels behave to this grey squirrel? നമ്മുടെ ബോയുമായി ചങ്ങാത്തം കൂടിയ ഗ്രേ സ്ക്വിരലിനോട് സ്ക്വിരലിൻ്റെ അണ്ണാൻ്റെ മറ്റു സുഹൃത്തുക്കൾ, അണ്ണാന്മാർ എങ്ങനെ പെരുമാറി എന്നുള്ളതാണ്. They told that this one is very foolish. ഇവൻ ഒരു വിഡ്ഢിയാണ് എന്നുള്ള രീതിയിലാണ് അവർ പെരുമാറിയത്. In the 4th paragraph, the author narrates how was the tree in spring season. സ്പ്രിംഗ് സീസൺ ആയി കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു ഈ മരം? ആരെല്ലാം അവിടെ കുടിയേറുമായിരുന്നു? It was full of fruits. നല്ല അത്തിപ്പഴങ്ങളുണ്ടായിരുന്നു. And many birds came there. പക്ഷികൾ വരുന്നുണ്ടായിരുന്നു അവിടെ. ഇതാണ് 4ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. In the 5th and 6th paragraph, he narrates what were he doing on the tree. മരത്തിൻ്റെ മുകളിൽ എങ്ങനെയായിരുന്നു അവൻ താമസിച്ചിരുന്നത് അല്ലെങ്കിൽ സമയം ചെലവഴിച്ചിരുന്നത് എന്നുള്ളതാണ് 5-6 പാരഗ്രാഫുകളിൽ പറയുന്നത്. He used to make a platform there on a half of the tree. മരത്തിൻ്റെ പകുതിയിൽ അവൻ അവിടെ ഒരു ഇരിപ്പിടമുണ്ടാക്കി. വീട്ടിൽ നിന്ന് കുഷനെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. ആൻഡ് ഹി ബിഗാൻ ടു സിറ്റ് ദർ എസ്പെഷ്യലി ആഫ്റ്റർനൂൺ. ഉച്ചയ്ക്ക് ശേഷം അവിടെ പോയി ഇരിക്കും. ആൻഡ് ഹി വിൽ റീഡ് ബുക്സ് ദർ. നിരവധി പുസ്തകങ്ങൾ വായിക്കും. വായിക്കുന്ന പുസ്തകങ്ങളെല്ലാം 5ാമത്തെ പാരഗ്രാഫിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. And in the 6th paragraph, he says that what are the sights he sees when he looks down from the tree. മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുന്ന സമയത്ത് ചില സമയത്ത് വായന ബോറടിക്കും. He does not like to read. വായിക്കാൻ താല്പര്യമില്ലാത്തപ്പോൾ അവൻ താഴോട്ട് നോക്കുന്ന സമയത്ത് എന്തെല്ലാം കാഴ്ചകളാണ് കാണുന്നത് എന്നുള്ളതാണ് 6ാമത്തെ പാരഗ്രാഫിൽ പ്രധാനമായും പറയുന്നത്. So you have to remember in the 5th paragraph the main point. What was he doing on the tree afternoon? എന്തെല്ലാമായിരുന്നു അവൻ ചെയ്തിരുന്നത്? He will read books there. Different kinds of books were. And in the 6th paragraph, you have to remember what were the sights he had seen from the tree. മരത്തിൻ്റെ മുകളിൽ എന്തെല്ലാം കാഴ്ചകൾ കണ്ടുപോയി എന്നുള്ളതാണ്. His grandmother was hanging the clothes. And the servant was quarreling with the fruit vendor. Such sights he had seen from the tree. And the boy says that usually nothing happens there. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കാഴ്ചകൾ മാത്രമാണ് അവൻ സാധാരണ കണ്ടുവരാറ് മരത്തിൻ്റെ മുകളിൽ നിന്ന്. പക്ഷേ ഒരു ദിവസം മാത്രം അവൻ ഒരു പ്രത്യേക കാഴ്ച കണ്ടു. ഇതാണ് തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ആ ഭാഗമാണ് ഈ കഥയുടെ പ്രധാന സംഗതിയും. പ്രധാന ഇവൻറ്റുകളും പ്രധാന കഥാപാത്രങ്ങളും വരുന്നത് ആ ഭാഗങ്ങളിലേക്കാണ്. പാർട്ട് 1 ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം അടുത്ത പാർട്ടിൽ വരുന്നതായിരിക്കും. വിദ്യാർത്ഥികൾ വിക്ടേഴ്സ് ചാനൽ കാണുകയും ആ ക്ലാസ് മനസ്സിലാക്കുകയും ആവശ്യാനുസരണം നോട്ടുകൾ തയ്യാറാക്കുകയും ചെയ്യേണ്ടതാണ്. ടെക്സ്റ്റ് ബുക്കുകളും ഇതുപോലുള്ള ക്ലാസ്സുകൾ കാണുന്ന സമയത്ത് മുന്നിൽ വെക്കുന്നത് നല്ലതാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് പരീക്ഷാ സംബന്ധമായ കാര്യങ്ങൾക്ക് ഓർത്തുവെക്കാനായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കോഴ്സുകൾ 4ാമത്തെ എപ്പിസോഡിൽ നൽകുന്നതാണ്. ഇനി നിങ്ങൾ മനസ്സിലായോ എന്ന് അറിയുന്നതിനു വേണ്ടി നോട്ട് പുസ്തകത്തിൽ കഥാപാത്ര പഠനം നടത്തേണ്ടതാണ്. ഇവിടെ പരിചയപ്പെട്ട 4 കഥാപാത്രങ്ങളിൽ പ്രധാന കഥാപാത്രം ബോയ് ആണ്. പിന്നീട് വരുന്നത് ബനിയൻ ട്രീ ആണ്. പിന്നീട് വരുന്നത് ഗ്രാൻഡ് ഫാദറും സ്ക്വിരലുമാണ്. നോട്ട് ബുക്കിൽ ഓരോ കഥാപാത്രത്തെയും ടൈറ്റിലായി എഴുതുക. ഗ്രാൻഡ് ഫാദർ, ദ ബോയ്, ബനിയൻ ട്രീ, സ്ക്വിരൽ. എന്നിട്ട് അവരുടെ വിശേഷണങ്ങൾ അതിൻ്റെ ചുവട്ടിൽ എഴുതാവുന്നതാണ്.
ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എങ്കിൽ മാത്രമേ തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീണ്ടും കാണുന്നതുവരെ ബൈ.